ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ജിൻഡോയുടെ ആ ഒരു സംഭവം എന്റെ പൊന്നോ ചിരിച്ചിരിച്ചൊരു വഴിയായി അതിനുണ്ട്. നവരസങ്ങൾ പഠിക്കുന്ന ജിൻഡോയുടെ വിഷ്വൽസ് ലാലേട്ടൻ എല്ലാരെയും കാണിക്കുന്നു, എല്ലാരും ചിരിക്കുന്നു. ജിൻഡോയോട് മുന്നോട്ട് വരാൻ ലാലേട്ടൻ പറയുന്നു. നവരസങ്ങൾ പഠിപ്പിക്കാനായിട്ട് സുരേഷും അപ്സരയും ഒപ്പം ചെല്ലുന്നു. ശൃംഗാരഭാവം ജിൻഡോ കാണിക്കുന്നു. ശൃംഗാരഭാവം കണ്ട് വേറെന്തോ ഭാവമാണെന്ന് കരുതി വിളിച്ചു വരുത്തിയ ശ്രീതു പൊട്ടിച്ചിരിക്കുന്നു. ഉടനെ ജിൻഡോ രൗദ്രഭാവം കാണിക്കുന്നു. അത് കഴിഞ്ഞ് ശാന്തഭാവം കാണിക്കുന്നു. എല്ലാത്തിലും ജിൻഡോയ്ക്കുള്ള ഒരു സ്ഥായി ഭാവമാണ്. കാരണം പുള്ളിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല, ജിൻഡോയ്ക്ക് അഭിനയിക്കാൻ സാധിക്കില്ല. ബിക്കോസ് ഹീസ് ആൻ ഒറിജിനൽ. ഈ സീസണിലെ ഒരു മണിമുത്താണ് നമ്മുടെ മല്ലയ്യ. വളരെ ചുരുക്കം മാത്രം ബിഗ് ബോസിൽ വന്നു വീണുന്നൊരു മണിമുത്ത. ഒരു മിനിറ്റ് പോലും ആ ഹൗസിൽ ജിൻഡോ അഭിനയിച്ച് നിന്നിട്ടില്ല എന്നത് ഈ എപ്പിസോഡ് കണ്ടതോടെ എനിക്ക് പൂർണ്ണമായും മനസ്സിലായി. ജിൻഡോയുടെ കോമാളിത്തരങ്ങളും അബദ്ധങ്ങളും ഇതുപോലുള്ള രസകരമായ സംഭവങ്ങളും ഡാൻസും നവരസങ്ങളും ഒക്കെ കണ്ട് നമ്മൾ ചിരിക്കും. ഈ ഒരു ടാസ്കിന് മുമ്പായിട്ട് ജിൻഡോ നവരസം പഠിക്കുന്നത് നമ്മളൊരു ഇൻഡിവിജ്വൽ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പച്ചാളം ബാസ് തോറ്റുപോകും ജിൻഡോയുടെ മുമ്പിൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ കുറെ ലെയറുകൾ ഇട്ടിട്ടാണ് ഈ ഒരു സംഭവത്തെ കുറിച്ച് ആലോചിക്കുന്നത്. നല്ല ആക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ബിഗ് ബോസ് പോലൊരു ഷോ എളുപ്പത്തിൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ലേ? വെറുതെ ജസ്റ്റ് ഒരു തോട്ടാണ്. പക്ഷെ ഈ സീസണിലും അങ്ങനെയുള്ളവരുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഡൗട്ടുമില്ല. അഭിനയിച്ച് തകർത്ത് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കിയ പലരും ഉണ്ട് അതിനകത്ത്. ഈ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നവരും ഉണ്ട്. പക്ഷെ ജിൻഡോ ഒരംശം പോലും അങ്ങനെ പ്രേക്ഷകരെ വഴിയാക്കിയിട്ടില്ല. നവരസങ്ങൾ അറിയാത്ത മല്ലയ്യനെയാണ് നമുക്കിഷ്ടം. അബദ്ധങ്ങൾ കാണിക്കുന്ന മല്ലയ്യ, സ്ഥായിഭാവമുള്ള മല്ലയ്യ. നവരസങ്ങൾ അറിഞ്ഞില്ലെങ്കിലും മല്ലയ്യക്ക് വോട്ടുകൾ കിട്ടും. ബിക്കോസ് ഹി ഈസ് നോട്ട് ആൻ ആക്ടർ, ഹി ഈസ് എൻ ഒറിജിനൽ, ഹി ഈസ് എ ബേബി മെറ്റീരിയൽ.